കാരണം നമ്മൾ ഈ ബാങ്ക് ലോണുമായി ബന്ധപ്പെട്ട് ഓരോ ആവശ്യങ്ങൾക്കും ബാങ്കുമായിട്ട് കയറി ഇറങ്ങുന്ന ഒരാളായതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. 10% എന്നാണ് നമ്മുടെ ബാങ്കുകാർ പറയാം. ഒരു ഹൗസിംഗ് ലോൺ എന്ന് വെച്ചോ 10% ഞാൻ കണക്ക് പറയുന്നത് 15%, 17%ഒക്കെയാണ് ബാങ്കിന്റെ പലിശ ഇപ്പോഴത്തെ കണ്ടീഷൻസിൽ. 10% നിങ്ങൾ കൂട്ടി നോക്കിക്കോ. 10% ആണെങ്കിൽ എത്ര വരും ഒരു മാസത്തിന് വെച്ചോളൂ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കാൽക്കുലേറ്ററോ അല്ലെങ്കിൽ മൊബൈലിൽ കാൽക്കുലേറ്ററോ നിങ്ങൾ എടുക്കും, എന്നിട്ട് കൂട്ടി നോക്കും. 10 ലക്ഷം ആണെങ്കിൽ 1 ലക്ഷം രൂപയ്ക്ക് 10% ആണെങ്കിൽ എത്രയായി? 10% ഒരു പെർ ഇയർ എന്നാണ് പറയുന്നത് കേട്ടോ. ഒരു വർഷത്തിനാണ്, ഒരു വർഷത്തിന് 10% എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 1 ലക്ഷം രൂപയ്ക്ക് 10,000 രൂപ. ഓക്കെ, ചില ബാങ്കിലൊക്കെ 12%. അപ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് 1000 രൂപ ഒരു മാസത്തിന്, 12 മാസം എന്ന് കൂട്ടിക്കോ, 1000 രൂപ 1 ലക്ഷം രൂപയ്ക്ക്. മക്കളെ 15 ലക്ഷമാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ ഈ 1000 രൂപ വെച്ച് തന്നെ എത്രയായി? 15,000 രൂപ പെർ മന്ത് പലിശ കൊടുക്കണം. അപ്പൊ മുതലേക്ക് എത്ര പോകുന്നത്? ചെറിയ സംഖ്യ പോവുള്ളൂ, വളരെ ചെറിയ സംഖ്യ. ലോൺ എടുക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക, വളരെ ഗൗരവത്തിൽ നിങ്ങൾ ഈ വിഷയം എടുക്കണം. മാക്സിമം നിങ്ങൾ ലോൺ എടുക്കാൻ പോകരുത്. അങ്ങനെ ബാങ്കുകാരെ രക്ഷപ്പെടുത്തിയൊന്നും നമുക്ക് കാര്യമില്ല. കാരണം ഇതിലാണ് നല്ലത്. നമുക്ക് എന്താണെന്ന് പറയുക, ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു വാടകപ്പേർക്കാരായി ജീവിക്കുകയാണെങ്കിൽ ഇതിലായിരിക്കും അതിലും സുഖം. കാരണം പേരിന് നമ്മൾ ഒരു വീടുണ്ട്, 2 നില വീടുണ്ട് എന്നൊക്കെ പറയാം. പക്ഷെ അതിന്റെ അടവടച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ ഒരു പരിധി വരെ തളർന്നു വീഴും. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ലോൺ എടുത്ത് ഒരു 15 ലക്ഷം ലോൺ എടുത്ത ഒരാൾ, ഓക്കെ, 15 ലക്ഷം ലോൺ എടുക്കുകയാണെങ്കിൽ ഒരു 10% പലിശ, അല്ലെങ്കിൽ 10-15% പലിശ എന്ന് വരികയാണെങ്കിൽ തന്നെ എന്തായാലും നമുക്കൊരു പെർ മന്ത് ഒരു 16,000 17,000 അടുത്ത് വരും. 15 ലക്ഷം ലോൺ എടുക്കുകയാണെങ്കിൽ 17,000 രൂപ മാസം അടവ് വരും. അപ്പൊ നമ്മൾ എന്തൊക്കെ കരുതുന്ന അറിയാം, 15 ലക്ഷം റുപ്യക്കാകെ 17,000 രൂപയിലെ അടവുള്ളൂ, അതൊരു വിഷയമല്ല എന്ന് കരുതും. പക്ഷെ ഇത് 20 വർഷം കാലാവധിക്കാണ് നിങ്ങൾ കൂട്ടണം. 20 വർഷം എന്ന് പറയുന്നത് 240 മാസമാണ് മക്കളെ. ഞാൻ നിങ്ങൾക്ക് കണക്ക് കാണിച്ചു തരാം. 240 ഇൻറ്റു ഒരു 17,000 കൂട്ടിക്കോ. 17,000 നിങ്ങൾക്ക് ഉൾട്ടായിട്ടായിരുന്നു നിങ്ങൾ കണ്ണടയിൽ കണ്ടാൽ മതി. 240 ഇൻറ്റു 17,000 എത്ര സംഖ്യ? 40,80,000 രൂപ തിരിച്ചടവ വരുന്നത്. എത്ര? 15 ലക്ഷം റുപ്യ ലോൺ എടുക്കുമ്പോൾ അവന് വരുന്ന സംഖ്യയാണ് 40,80,000 രൂപ തിരിച്ചടക്കണം 20 വർഷമാകുമ്പോഴേക്കും. അപ്പൊ ഇരട്ടിയാണെങ്കിൽ എത്ര വരിക? 30 ലക്ഷം വരുള്ളൂ. 30 ലക്ഷത്തിന് മേലെ പിന്നെയും 10 ലക്ഷം കൂടുന്നത്. അപ്പൊ നിങ്ങൾ ചിന്തിച്ചാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും കാര്യങ്ങൾ. ഇപ്പൊ എന്റെ ഒരു സുഹൃത്ത് ഒരു 10 ലക്ഷം രൂപ ലോൺ എടുത്തു. ഒരു ഫേമസ് ആയ ബാങ്കിൽ തന്നെ ലോൺ എടുത്തത്, ബാങ്കിന്റെ പേര് ഞാൻ പറയുന്നില്ല. അവന് 10 ലക്ഷം ലോൺ എടുത്തിട്ട് ബാങ്കിന്റെ ആൾക്കാർ അപ്പൊ തന്നെ പറഞ്ഞു, ഇതിന്റെ സർവീസ് ചാർജ് ഇതിന്റെ പിടുത്തം കഴിഞ്ഞിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ 8.25 ലക്ഷം കയറുള്ളൂ എന്ന് പറഞ്ഞു. 10 ലക്ഷം ലോൺ എടുത്തിട്ട് 8.25 കയറുള്ളൂ, ബാക്കി നിങ്ങൾ ഇൻഷുറൻസും കാര്യത്തൊക്കെ കട്ടാവും. എന്താ ലോൺ വേണോ ചോദിച്ചു. ഇവന് വേണ്ടാന്ന് പറയാം. ഇവന് ലോൺ എടുത്തു. ലോൺ എടുത്തപ്പം ഇവനോട് ഞാൻ ചോദിച്ചു, അല്ല എത്ര വർഷത്തിനാണ് ലോണ്? ലോൺ 15 വർഷത്തിനാണെന്ന് പറഞ്ഞു. എത്ര തിരിച്ചടവ് വരുന്നത്? അത് അധികമൊന്നുമില്ലേ, 13,000 റുപ്യ വരുന്നുള്ളൂ എന്നാണ്. കൂട്ടിക്കോ. ഈ 13,000 ഇൻറ്റു 240 വരുന്നില്ലല്ലോ. അപ്പൊ 240 നമ്മൾ വീണ്ടും എന്ത് പറയണം? 180 അല്ലേ? 180 മാസം. 180 ഇവിടെ നോക്ക്. 13,000 റുപ്യ അടവ് വരുന്നുള്ളൂ, 10 ലക്ഷം റുപ്യ ലോൺ എടുത്തിട്ട്. പക്ഷെ സംഖ്യ 23,40,000 രൂപ. 10 ലക്ഷം രൂപയ്ക്ക് 15 വർഷം ആകുമ്പോഴേക്കും. ഇത് നിങ്ങൾ ആരെങ്കിലും കൂട്ടി നോക്കലുണ്ടോ? കൂട്ടി നോക്കലുണ്ടോ? നിങ്ങളോടാ ചോദിക്കണം, കൂട്ടി നോക്കലുണ്ടോ ചെങ്ങന്മാരെ? എന്നാ ഇനി മുതൽ ലോൺ എടുക്കുന്നുള്ളത് കൂട്ടി നോക്കണം. ലോൺ എടുത്ത ആൾക്കാരും കൂട്ടി നോക്കണം. പിന്നെ എന്താ ഇപ്പൊ ഇത് രക്ഷപ്പെടാൻ എന്താ വഴി സുബീർ പോകുന്നതായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത്. ഒരു വഴി ഞാൻ പറഞ്ഞുതരാം, രക്ഷപ്പെടാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. അതായത് തിരിച്ചടവ് കറക്റ്റ്. ഉദാഹരണം പറയാം, നിങ്ങൾ ലോൺ എടുത്തു 15,000 റുപ്യ അല്ലെങ്കിൽ 16,000 റുപ്യ മാസം തിരിച്ചടവാന്ന് വെച്ചോ. നിങ്ങൾ ആ 10,000 കൊണ്ടേ കൊടുക്കരുത്. ഒരു മാസം ഉദാഹരണം പറയാം, ഒരു മാസം നിങ്ങൾക്ക് 10,000 ഉള്ളെങ്കിൽ പിറ്റത്തെ മാസം അല്ലെങ്കിൽ മാസം പറഞ്ഞ 3 മാസത്തിനുള്ളിലാണ് ഇവരിത് റൊട്ടേഷൻ ചെയ്യാം. 3 മാസം കഴിഞ്ഞിട്ടാണ് ഇതിന് കണക്ക് വരുന്നത്. അപ്പൊ അതിന് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് രക്ഷപ്പെട്ടു പോകാനുള്ള കാര്യം പറഞ്ഞത് 10,000 കറക്റ്റ് അടക്കാൻ നിൽക്കരുത്. ചില മാസം 10,000 ഉള്ളെങ്കിൽ 10,000 അടക്കാം. എന്നാൽ കുറച്ച് പൈസ അവിടെ ഡിപ്പോസിറ്റ് ചെയ്തില്ല. ചില മാസം 10,000 20,000 അങ്ങനെ ഡിപ്പോസിറ്റ്. ഒരു 3-4 മാസം കൂടുമ്പോൾ ആ പൈസ നിങ്ങൾക്ക് ഒരു 60,000 70,000 ഉണ്ടാവും. അത് ഒന്നിച്ചർ കൊടുക്കുക. ഒന്നിച്ചർ കൊടുത്തു കഴിഞ്ഞാൽ എന്താവും? പിന്നെ അവിടെ ബാലൻസ് പൈസ ഉള്ളതിന് മാത്രമേ പലിശ വരുള്ളൂ. ഇത് കറക്റ്റ് അടവ്. ഞാൻ കറക്റ്റ് അടച്ചു പോയത്. ഈ കറക്റ്റ് അടവ് ഭയങ്കര വീട്ടിൽ ലോൺ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് അടവ് ഒരിക്കലും അടക്കരുത്. അത് 1 ലക്ഷം കിട്ടുകയാണെങ്കിൽ 1 ലക്ഷം ഒരുമിച്ച് കൊടുക്കുക. 2 ലക്ഷം കിട്ടിയാൽ 2 ലക്ഷം ഒരുമിച്ച് കൊടുക്കുക. പക്ഷെ ഇതിൽ നമുക്ക് എന്താ നഷ്ടപ്പെടുക വെച്ച് കഴിഞ്ഞാൽ ഇൻഷുറൻസിന്റെ സംഖ്യ ഉണ്ടല്ലോ, അത് നമുക്ക് എന്നേക്കായിട്ട് നഷ്ടമാവും.
ഈ 1.25 ലക്ഷം 1 ലക്ഷം പേര് വാങ്ങുന്നുണ്ടല്ലോ ഇൻഷുറൻസിന് പൈസ, ഒരിക്കലും തിരിച്ചിട്ടുള്ളത്. ആ ഒരു ലോൺ എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് എവിടെയും തൊടാതെ പോകും. അതിന് പുറമെ നമ്മൾ കൊടുക്കുന്ന പലിശയും എവിടെയും തൊടാതെ പോകും. മനസ്സിലാവും. ഒരു 5 വർഷത്തിന് നിങ്ങൾ ലോൺ എടുത്ത ആൾക്കാർ കൂട്ടി നോക്കിക്കോളൂ. ഞാൻ പറഞ്ഞത് ഒരു 3 വർഷം അല്ലെങ്കിൽ 5 വർഷമൊക്കെ ആയ ആൾക്കാർ നിങ്ങളെ കൂട്ടത്തിലുണ്ടാവും. എന്റെ ശബ്ദം കേൾക്കുന്നവരിൽ പലരും ഉണ്ടാവും. നിങ്ങളൊന്ന് കൂട്ടി നോക്കുക, എത്രയാണ് നമ്മളെ ബാങ്ക് കടച്ചതെന്നും എത്ര രൂപ ഇനി നമ്മളെ മുതലട കടക്കുന്നുണ്ടോ നിങ്ങളൊന്ന് കൂട്ടി നോക്കണം. അത് കൂട്ടി കഴിച്ചു കഴിഞ്ഞാൽ തിലകൻ പറഞ്ഞതുപോലെ പട്ടപ്പൂജയായിരിക്കും. നമ്മുടെ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇവർ ലോൺ ഇങ്ങനെ നിങ്ങൾക്ക് പിന്നെ ക്രെഡിറ്റ് കാർഡ് മേലുണ്ട്, മറ്റേ ലോണുണ്ട്, മറിച്ച ലോണുണ്ട്, അവരിങ്ങനെ വാരിക്കോരി തരുകയൊക്കെ ചെയ്യും. പക്ഷേ മക്കളെ, മാക്സിമം ശ്രദ്ധിക്കുക. നമ്മൾ ജോലി ചെയ്യുന്നത് ബാങ്കുകാരുടെ ഒരു തൊഴിലാളിയായി നമ്മൾ ഓരോരുത്തരും മാറിക്കൊണ്ടിരിക്കുന്നത് കേരളക്കരയിൽ. ബാങ്കിനെ പ്രത്യക്ഷത്തില് ബാങ്കിന്റെ തൊഴിലാളികൾ കാരണം നിങ്ങൾ ആരെ കരുതുന്നത്? ഈ പറഞ്ഞ ഞാൻ നീയൊക്കെ തന്നെയാണ് അല്ലെ? ആണടോ. എന്ത് സുബറോ പറഞ്ഞ തെറ്റാ തോന്നുന്നുണ്ടോ? ബാങ്ക് ജീവനക്കാർ എന്ന് പറയുന്നത് നിങ്ങൾ ഇതിനെ ബാങ്കിൽ കമ്പ്യൂട്ടർ ഇങ്ങനെ ജോലി ചെയ്യുന്ന ആൾക്കാർ മാത്രമല്ല ബാങ്ക് ജീവനക്കാർ. യഥാർത്ഥത്തിൽ ബാങ്ക് ജീവനക്കാർ എന്ന് പറയുന്നത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത ഓരോരുത്തരും ബാങ്ക് ജീവനക്കാരനാണ്. അല്ലാന്നാണ് നമ്മൾ പറയുന്നത്. കൂട്ടി കഴിച്ചു നോക്ക്. നീ ഒരു വാഹനം ഇൻഷുർ ചെയ്താണ്ട് അല്ലെങ്കിൽ ലോൺ എടുത്തിട്ടൊരു വാഹനം എടുത്തു. ഒരു ഗുഡ്സ് ആവട്ടെ, ഒരു ഓട്ടോറിക്ഷ ആവട്ടെ, ഒരു ബസ് ആവട്ടെ, ഒരു ലോറി ആവട്ടെ, എന്തോ ആവട്ടെ, നീ ജോലി ചെയ്യുന്നത് ആർക്കും വേണ്ടി അറിയാം? ബാങ്കിന് വേണ്ടിയിട്ടാണ്. കാരണം നിനക്ക് 1000 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു 300-400 രൂപ പലിശ ഇനത്തിൽ നീ ബാങ്കിന് കൊടുത്തോളണം. അപ്പൊ നീ ബാങ്കിന്റെ ജീവനക്കാരനാണ്. ബാങ്കിന് പൈസ ഉണ്ടാക്കി കൊടുത്തൊരു 300 രൂപ 400 രൂപ കൊടുക്കുന്ന ഒരു ജോലിക്കാരനാണ് നീയാണ് യഥാർത്ഥ ജീവനക്കാരൻ. മറ്റുള്ള ആൾക്കാരുടെ ബാങ്കിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ ബാങ്ക് അവർക്ക് ശമ്പളം കൊടുക്കുക. നമ്മൾ നേരെ മറിച്ച് ബാങ്കിന് നമ്മൾ പൈസ ഉണ്ടാക്കി കൊടുക്കുകയാണ്. നമ്മളാണ് യഥാർത്ഥ ബാങ്കിന്റെ തൊഴിലാളികൾ അല്ലേ? ബാങ്കിന്റെ ഡെവലപ്മെന്റ് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നവരാണ് ബാങ്കിന്റെ തൊഴിലാളികൾ. ഒരു കമ്പനി ജീവനക്കാരനാണ് എന്താ? ആ കമ്പനിയിൽ ഒരു തേയിലത്തോട്ടത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ആ തേയിലത്തോട്ടത്തിലെ ജീവനക്കാരാണ്. അവർ ജോലി ചെയ്യുന്നതിന് അവർക്ക് ശമ്പളം കിട്ടും. നമ്മളതുപോലെയാണ്. നമ്മൾക്ക് പ്രത്യക്ഷത്തിൽ നമ്മൾ ബാങ്കിന്റെ ഉള്ളിൽ ജോലി ചെയ്യുന്നില്ല. നമ്മൾ ജോലി ചെയ്യുന്നത് നമ്മളിങ്ങനെ കാർ എടുക്കുന്നു, അല്ലെങ്കിൽ ബസ് എടുക്കുന്നു, അല്ലെങ്കിൽ പിന്നെ ടിപ്പർ എടുക്കുന്നു, നമ്മൾ അങ്ങനെ ജോലി ചെയ്യുന്നു. പക്ഷെ നിങ്ങൾ ഒരു 10 ലക്ഷം രൂപ 20 ലക്ഷം രൂപ 30 ലക്ഷം ലോൺ എടുത്ത ഒരാള് പെർ മന്ത് ശരാശരി 10,000 രൂപയെങ്കിലും മാസം ബാങ്കിന് നമ്മൾ കൊടുത്തോളണം. ഏറ്റവും ചുരുങ്ങിയ ഞാൻ പറഞ്ഞത്. ഒരു 15 ലക്ഷം രൂപ ലോൺ എടുത്ത ഒരാൾ അല്ലെങ്കിൽ 20 ലക്ഷം രൂപ ലോൺ എടുത്ത ഒരാള് അവൻ ആ ബാങ്കിലെ ജോലിക്കാരനാണ്. അവൻ ജോലിക്ക് പോയിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? അവന്റെ ഇരിക്കക്കൂരെ ബാങ്കുകാരോട് കൊണ്ടുപോകും. കാരണം ബാങ്കിന് ജപ്തി ചെയ്യാനുള്ള അധികാരം പത്രത്തിൽ ഒപ്പിട്ടതിന് ശേഷമാണ് ബാങ്ക് നമുക്ക് പൈസ തരുന്നത്. നിന്റെ വീട് ഇന്ന് മുതൽ ബാങ്കിന്റെ കസ്റ്റഡിയിലാണ്. എപ്പോഴാണോ ബാങ്കിന്റെ കസ്റ്റഡിയിൽ നിന്ന് പോകുന്നത് മുക്തമാകുന്നത് വെച്ചാൽ ആ ആധാരം നിന്റെ വീട്ടിൽ എപ്പോഴാണ് എത്തുന്നത് അപ്പോഴാണ് നീ രക്ഷപ്പെടുന്നത്. നീ ബാങ്കിന്റെ ജീവനക്കാരനല്ലാതെ മാറുന്നത്. ഒരു കാർ എടുത്തു. ഇപ്പൊ വളാഞ്ചേരിയിലൊരു സുഹൃത്തിന് വലിയൊരു വിഷയം വന്നിട്ടുണ്ട്. വളാഞ്ചേരിയിലൊരു സുഹൃത്ത് എന്ത് ചെയ്തു പറയുന്നത്, ഒരു കാർ എടുത്തു. ഈ കാർ അടവിനെടുത്തതാണ്. അടവിനെടുത്ത കാറ് ആ മനുഷ്യന്റെ ഒരു മകന്